നവംബർ 2 ദുബായിലെ റാസൽ ഖൈമയിലുള്ള കാന്താരീസ് കിച്ചൺ എന്ന റെസ്റ്റോ ബാറിന്റെ ഉദ്ഘാടനത്തിനാണോ ലക്ഷ്മിപ്രിയ ചേച്ചി അവസാനമായിട്ട് UAE വിസിറ്റ് ചെയ്തത്? ഈ ചോദ്യം കേൾക്കുമ്പോൾ മനസ്സിലൊരു മത്തങ്ങ പൊട്ടിയില്ലേ? പൊട്ടണം. ആ മത്തങ്ങയുടെ പുറകിലുള്ള കഥ ഞാൻ എൻ്റെ പ്രിയ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞോട്ടെ ലക്ഷ്മിപ്രിയ ചേച്ചി. ഒന്നും തോന്നല്ലേ. സംശയങ്ങൾ നമുക്ക് ചോദിക്കാമല്ലോ. ചേച്ചിയോട് തന്നെ ചോദിക്കുന്നത്. ചേച്ചി ഉത്തരം പറഞ്ഞാൽ മതി. ഞാനായിട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുന്നൊന്നുമില്ല. പക്ഷെ കുറച്ച് തെളിവുകളുണ്ട് ചേച്ചി എൻ്റെ കയ്യിൽ. പ്രിയപ്പെട്ടവരെ, ഒരു പോസ്റ്ററൊക്കെ ഞാനിവിടെ കാണിച്ചു തരാം. അതിനു മുമ്പ് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ചിലപ്പോൾ ഈ വീഡിയോ പുറത്തു വരുമ്പോഴത്തേക്ക് ഒരുപാട് ആളുകളിലേക്ക് വീഡിയോ എത്താതിരിക്കാൻ വേണ്ടി ചില ദുഷ്ടശക്തികൾ ശ്രമിക്കുമായിരിക്കും. ആ ദുഷ്ടശക്തികളെയൊക്കെ ഇല്ലാതാക്കാൻ നിങ്ങളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ പ്രിയ പ്രേക്ഷകരെ. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോയ്ക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണത്തില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു കാര്യം പറഞ്ഞല്ലോ. അതായത് ലക്ഷ്മിപ്രിയ ചേച്ചിയും പറയുന്ന കാര്യമാണ്. എൻ്റെ ഫോണിലേക്ക് അൻസിബ ഒരു മെസ്സേജ് അയച്ചു, ഏതോ ഒരു ഫോട്ടോയുടെ കാര്യം പറഞ്ഞ്. അപ്പം ആ ഫോട്ടോ ലക്ഷ്മിപ്രിയ ചേച്ചി റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് അവിടെ റാസൽ കൈമയിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് വല്ല എടുത്ത ഏതെങ്കിലും ഫോട്ടോയാണോ നമ്മുടെ അൻസിബയുടെ കൂട്ടുകാരി കണ്ടു എന്ന് പറഞ്ഞത്? ആണോ ചേച്ചി? അല്ല, എനിക്കിപ്പോൾ കുറച്ചും കൂടെ സംശയം അങ്ങോട്ട് മൂക്കുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഉദ്ഘാടനത്തിന് പോയതിന് ശേഷം ഈ ഉദ്ഘാടനം ചെയ്യാൻ ചെന്ന സ്ഥാപനം കാന്താരീസ് കിച്ചൺ റാസൽ ഖൈമ, അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ കാണിച്ചു തരാം. അതിനകത്തൊരു പോസ്റ്ററും വന്നിട്ടുണ്ട്. നവംബർ 2 സൺഡേ ഉദ്ഘാടനത്തിന് വരുന്നു എന്നും പറഞ്ഞു അമ്മ സംഘടന വൈസ് പ്രസിഡന്റും പ്രമുഖ ചലച്ചിത്ര താരവുമായ ലക്ഷ്മിപ്രിയയും സിനിമാ താരവും നർത്തകിയുമായ വരദയും അവിടെ ഇനാഗുറേഷനോ പരിപാടിക്ക് എന്തോ ചെല്ലുന്നെന്നും പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്ററാണ്. ചേച്ചിയെ മറ്റേ ടാഗ് ചെയ്തേക്കുന്നതുകൊണ്ട് ബാക്കി വായിക്കാൻ പറ്റുന്നില്ലടേ. അപ്പൊ അതൊക്കെ വിടുക. അവർ ഇനാഗുറേഷന് പോയി. ചേച്ചിയുടെ ഇഷ്ടം. ചേച്ചി റെസ്റ്റോ ബാർ ഉദ്ഘാടനം ചെയ്യണോ, മീൻകട ഉദ്ഘാടനം ചെയ്യണോ, ചേച്ചിയുടെ ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കാണുന്നില്ലല്ലോ ചേച്ചി. എന്തു പറ്റി? ചേച്ചി ഉദ്ഘാടിക്കാൻ പോയൊരു സ്ഥാപനത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അല്ലേ? അപ്പൊ അത് കാണാതെ പോകുമ്പം എന്താ പറ്റിയെന്നൊന്ന് ചോദിക്കണ്ടായിരുന്നോ ചേച്ചി? വേണ്ടായിരുന്നോ? അല്ല, അതൊക്കെ പോട്ടെ. ഇവരുടെ ഈ അക്കൗണ്ടിൽ 1-2 വീഡിയോസ് കിടപ്പുണ്ടായിരുന്നു. ആ വീഡിയോകൾ മുങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണോ ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടേ ഇല്ലാതാക്കി കളഞ്ഞത്? സത്യം പറഞ്ഞാൽ എനിക്കൊരു മണ്ടത്തരം പറ്റി. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു, ഡൗൺലോഡ് ചെയ്തില്ല. കാരണം പിന്നത്തേക്ക് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഫോണിൽ സ്ഥലം കാണത്തില്ല. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ആ വീഡിയോ കിട്ടുന്നില്ല. ഇത് ആ വീഡിയോയുടെ ഒരു ചെറിയൊരു ലിങ്ക് പോലെ ഞാനിവിടെ കാണിച്ചു തരാം. ഇത് എനിക്കൊരാൾ അയച്ചു തന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കിട്ടുന്നില്ല. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മുടെ വരദയൊക്കെ ഉണ്ട്. ഒരാൾ അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട്. നിഷാദ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പം അതിൻ്റെ പുറകിൽ നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചി നിപ്പുണ്ട്. ചേച്ചിയുടെ നിപ്പ് അത്ര നല്ല ഒരു നിപ്പല്ല. 2 അടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കിടന്ന് ആടി ഒലയുന്നുണ്ട്. മുഖമൊക്കെ അത് ഇങ്ങനെയൊക്കെയാണ് പോണത്. ഞാൻ ആ വീഡിയോ കണ്ടു. പക്ഷേ എനിക്ക് അങ്ങനെയാണ് ചേച്ചി അടിച്ച് ഫിറ്റായിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ആ വീഡിയോ ഇപ്പം ഇല്ല, നമ്മൾ നേരിട്ട് കണ്ടിട്ടും ഇല്ല. പക്ഷെ എന്നിരുന്നാലും ആ വീഡിയോ ഒക്കെ എന്തിനാ ഇപ്പം മുങ്ങിപ്പോയത്? അതാണ് എൻ്റെ സംശയം. എന്തുകൊണ്ട് ആ വീഡിയോ അല്ലെങ്കിൽ ആ അക്കൗണ്ടൊക്കെ ഇപ്പം ഇല്ല? ആ സ്ഥാപനം ഇപ്പോഴും ഇല്ലേ? അല്ല, പിന്നെന്തിനാണത് ഇല്ലാതാക്കി കളയുന്നത്? അല്ല, ഇപ്പോൾ ഒരു സ്ഥാപനം പെട്ടെന്ന് നിർത്തിയാലും ശരി, ഈ കഴിഞ്ഞ നവംബറിലല്ലേ ഇത്ര പെട്ടെന്നൊക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ലാതാക്കി കളയുമോ? എനിക്ക് തോന്നുന്നില്ല. അവരായിട്ട് കളയുമെന്ന് തോന്നുന്നില്ല. പിന്നെ എന്ത് പറ്റി ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനൊക്കെ? ഇല്ല, ഞാൻ ഒരുപാട് തപ്പി. അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടേ ഇപ്പം ഇല്ല. വൈ? അല്ല, ഇനി അന്നത്തെ ദിവസം അവിടെ എന്തെങ്കിലും അടിച്ച് ഫിറ്റായിട്ടിരുന്നപ്പോൾ ഉള്ള ഏതെങ്കിലും ഫോട്ടോ വല്ലതും ആണോ അൻസിബയുടെ കൂട്ടുകാർ കണ്ടത്? അതുകൊണ്ടാണോ അത് മെസ്സേജ് അയച്ച് ചോദിച്ചപ്പം ചേച്ചിക്ക് ഇത്ര അങ്ങോട്ട് പൊളിഞ്ഞത്? ഒരു സംശയം ചേച്ചി. ഇങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ നമ്മുടെ കിട്ടി. അപ്പം നമുക്ക് അത് വെച്ചിട്ട് സംശയം ചോദിക്കാമല്ലോ. ജസ്റ്റ് ഒരു സംശയം. പിന്നെ ചേച്ചി പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരുന്നത്. എന്തിനധികം പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിൽ ചേച്ചി തന്നെ മെയിൻ സ്ട്രീം ചാനലുകാരുടെ മുമ്പിൽ നിന്ന് പല കഥകൾ പറഞ്ഞു. ആദ്യമേ പറഞ്ഞു 1 മണിക്കൂർ 17 മിനിറ്റ് 20 സെക്കൻഡ് മാത്രമേ നമ്മുടെ അൻസിബ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയുള്ളൂ, അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ ദിവസം വീണ്ടും പറയുന്നത് കേട്ടു 20 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി തന്നെ ഇതൊക്കെ പറയുന്നത്, ഞങ്ങളാരും അല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ പൊതുജനം കഴുതയല്ല.
എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എത്രയൊക്കെ വെളുപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലോ അല്ലെങ്കിൽ എത്രയൊക്കെ നിങ്ങൾ ആരോപണങ്ങൾ അതും പോട്ടെ, ആരോപണങ്ങളുടെ കാര്യം വിടൂ. കഴിഞ്ഞ ദിവസം ഇവർ തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ, മതം 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 എന്നും പറഞ്ഞിട്ടൊരു ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇവരാണ് തിരികെ കയറ്റുന്നത്. അൻസിബ ആദ്യമേ പറഞ്ഞ കാര്യമാണ്, മതത്തിന്റെ പേരും പറഞ്ഞ് എന്നെ കുത്തുന്നെന്ന്. ഇവരുടെ വായിൽ നിന്ന് തന്നെ ഇവർ പറയുന്നുണ്ട്. അവള് മതം കളിക്കാൻ വേണ്ടി ഇവളുടെ പുറകിൽ മതമായി ബന്ധപ്പെട്ട ആരൊക്കെ എന്താണോ ആ പെൺകുട്ടി പറയുന്നത് അതൊക്കെ ശരിയാണെന്ന് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിലാ, പോലീസ് സ്റ്റേഷനിൽ വിടൂ പോട്ടെ, ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് നിന്ന് പറയുകയാണ്. നിങ്ങളെ എങ്ങനെ നമ്മൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും ചേച്ചി? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ വിഷയത്തിൽ അൻസിബയുടെ സൈഡിലല്ല ശരിയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? തോന്നുന്നില്ലെങ്കിൽ ജസ്റ്റിസ് ഫോർ അൻസിബ എന്നൊരു ഹാഷ്ടാഗ് താഴെ കമന്റ് ബോക്സിൽ കൊടുക്കണം. കാരണം ഈ ഒരു വിഷയം മുങ്ങിപ്പോവുക. ഒരു പെൺകുട്ടി അവൾക്കുണ്ടായ ദുരനുഭവങ്ങൾ വന്ന് പറയുമ്പോൾ അതിനെ മുക്കിക്കളയുക. പൈസയുടെ ഹോൾഡിന്റെ പേരിലുള്ള പല ആളുകൾ, പുരുഷന്മാർക്കും ഇത് സംഭവിക്കും. ഏതെങ്കിലും ഒരു പുരുഷൻ നേരിട്ട് വന്ന് എന്തെങ്കിലും ഒരു കാര്യം പുറത്ത് പറയാൻ നിൽക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് ഹോൾഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മുങ്ങിപ്പോകും. അതിന്റെ വേറൊരു ഡിറ്റോ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അൻസിബയുടെ കൂടെ സത്യം പറഞ്ഞാൽ ആരുമില്ല. കോടതിയിലേക്ക് പോവാ കുട്ടി, പോട്ടെ, എല്ലാ സപ്പോർട്ടും അതിന്. കാരണം ടിനി ടോമിന്റെ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്ന ചാറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ലവരായ ഒരുപാട് പോലീസുകാരുള്ള ഒരു സ്ഥലമാണ് കേരളം, എന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ടിനിച്ചേട്ടൻ്റെയൊക്കെ ഇനി ഹോൾഡ് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ടിനിച്ചേട്ടനൊക്കെ ഭയങ്കര ഹോൾഡുള്ള ആളുകളാണല്ലോ, കോൺഗ്രസിലൊക്കെ ഭയങ്കര പിടിപാടാണെന്നൊക്കെ കേൾക്കുന്നു. കരക്കമ്പിയാണേ, നമുക്കറിയാൻ പാടില്ലേ. എന്താണെങ്കിലും അത് പോട്ടെ. അൻസിബയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇന്ന് രാവിലെ കേൾക്കാനിടയായി. ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. എല്ലാവരും മറന്നുപോയി കാണുമല്ലേ? എല്ലാവരും അറിഞ്ഞിരിക്കണം ഇത് എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. നമുക്കറിയാം, അമ്മയുടെ പ്രതിസന്ധി, അതിന് പിന്നാലെ അൻസിബയ്ക്ക് ഒരു നോട്ടീസ് സംഘടന അയച്ചു. അതിൽ ഈ മാസം 17-നകം മറുപടി നൽകണമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ മാധ്യമങ്ങളോട് സംസാരിച്ചു, സംഘടനയ്ക്ക് അപകീർത്തികരമായ കാര്യങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്തായാലും അൻസിബ ഉടൻ തന്നെ അതിലൊരു മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അൻസിബ പറഞ്ഞിരിക്കുന്നത് ഈ സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി താൻ എന്ത് ചെയ്തു എന്ന് വ്യക്തമാക്കണമെന്നുള്ളതാണ്. ലക്ഷ്മിപ്രിയയുമായും ടിനി ടോമുമായും ഒക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ അത് വ്യക്തിപരമാണെന്നും ഈ മറുപടിയിൽ അൻസിബ പറയുന്നുണ്ട്. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, എന്താണ് അൻസിബ ഈ മറുപടിയിൽ പറയുന്നത്? ശാലിനി, ഏറെ നാളായി താരസംഘടനയിൽ നിലനിൽക്കുന്ന ചേരിപ്പോര് നമുക്കറിയാം. ആ ചേരിപ്പോരിന്റെ തുടർച്ചയിലാണ് അൻസിബ ഹസൻ, സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന അൻസിബ ഹസൻ സംഘടനയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം സംഘടന എക്സിക്യൂട്ടീവിലുള്ള രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളായിട്ടുള്ള ടിനി ടോം ഒപ്പം ലക്ഷ്മിപ്രിയ ഇവർ രണ്ടുപേർക്കുമെതിരെ പോലീസിൽ പരാതി കൊടുത്ത് അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് താരസംഘടന അൻസിബയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു നോട്ടീസ് നൽകിയത്. സംഘടനയുടെ ബൈലോയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അൻസിബയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതായിരുന്നു ആ നോട്ടീസിൽ പറഞ്ഞിരുന്നത്. ഈ മാസം 17-ാം തീയതിക്കകം അതിലൊരു വിശദീകരണം നൽകണം എന്നുള്ളതായിരുന്നു അൻസിബയോട് താരസംഘടനയുടെ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നത്. ഒരു ഇമെയിൽ മുഖേനയാണ് ഇപ്പോൾ ആ നോട്ടീസിലൊരു അൻസിബയോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അൻസിബ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കൊടുത്തേ പറ്റുള്ളൂ. അൻസിബയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നും പറഞ്ഞ് അവർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രം പെട്ടെന്നൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അതല്ലേ ഈ അമ്മ സംഘടനയിൽ നടക്കുന്നത്. അതുകൊണ്ടല്ലേ ആ പെൺകുട്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ പറയാൻ പോയത്. അല്ലേ? അതുകൊണ്ടല്ലേ പറയാൻ പോയതെന്നല്ല പറഞ്ഞത്. ആ പെൺകുട്ടി തന്നെ എത്ര തവണ പറഞ്ഞു, ഈ അകത്തിരിക്കുന്ന മറ്റേ എക്സിക്യൂട്ടീവിലെ കുറെ ഐറ്റങ്ങളുണ്ടല്ലോ, അവർ വേണ്ട, അതല്ലാത്ത ആരെങ്കിലും ഒക്കെ വാ. ഞാൻ പേഴ്സണലി അറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അൻസിബയുടെ ആവശ്യം മഞ്ജു വാര്യർ, ഉർവശി ഇവരെ പോലുള്ള സീനിയർ ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ മുമ്പിൽ കാര്യങ്ങൾ പറയാം എന്നുള്ളൊരു സാധനം അൻസിബ പറയുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെയൊക്കെ ഇങ്ങനെ കേൾക്കുന്നു. വിളിച്ചിരുത്ത്, സീനിയേഴ്സ് ആയിട്ടുള്ള അവരെ പോലുള്ള ആളുകളെ വിളിച്ചിരുത്ത്, അവരുടെ ഫ്രണ്ടിൽ കാര്യം പറയട്ടെ. ഇതിപ്പോഴും ചെന്ന് പറയേണ്ടത് ടിനി ടോമിന്റെയും ലക്ഷ്മിപ്രിയയുടെയും സരയുവിന്റെയും ഒക്കെ മുമ്പില്ല. സരയു ചേച്ചി, അയ്യോ ഒന്നും പറയുന്നില്ല, നമ്മള് കളിക്ക് ഹെവി ആയിട്ട് കളിക്ക്. എവിടെ വരെ പോകാനാ ഇതൊക്കെ? ശ്വേത ചേച്ചി, ശ്വേതാ മേനോൻ എന്ന് പറയുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഒരു സാധാരണക്കാരനാണ് ഞാൻ, മനസ്സിലായില്ലേ? നിങ്ങളും സാധാരണക്കാർ തന്നെ അല്ലേ? നമുക്ക് ഇതിനകത്ത് ഈ കളികളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് അമ്മയുടെ തലപ്പത്തിരിക്കാൻ പാങ്ങുള്ള ഒരു വ്യക്തിയാണ് ശ്വേതാ മേനോൻ എന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല. ഇത്രയും കളി കണ്ടിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല പറയാനായിട്ട്. അവരുടെ അഭിപ്രായങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നൊരു അഭിപ്രായം. പ്രോപ്പറായിട്ട് ഒരാൾക്ക് നീതി കിട്ടണമെന്നുള്ള രീതിയിൽ അവരൊന്നും സംസാരിക്കുന്നതായിട്ട് എനിക്കിതിലായിട്ടും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നമുക്ക് ബാക്കി കുറച്ചുകൂടെ കേൾക്കാം.
മറുപടി അൻസിബ നൽകിയിരിക്കുന്നത്. ആ നോട്ട് അതിൽ അൻസിബ പറയുന്നത് താരസംഘടന തനിക്ക് അയച്ചിരിക്കുന്ന വിശദീകരണ കത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തനിക്ക് അല്പം കൂടി എന്താണ് താൻ ബൈലോയ്ക്ക് വിരുദ്ധമായി ചെയ്തത് എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു നോട്ടീസ് ആവശ്യപ്പെടുകയാണ് അൻസിബ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ലക്ഷ്മിപ്രിയക്കെതിരെയും അതുപോലെ ടിനി ടോമിനെതിരെയും താൻ ഉന്നയിച്ച കാര്യങ്ങൾ അതിൽ താൻ പരാതികൾ ഉന്നയിച്ചിട്ട് പോലും കാര്യമായ നടപടികളൊന്നും തന്നെ താരസംഘടനാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അത് തന്റെ ഒരു വ്യക്തിപരമായ ഒരു വിഷയം എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും സംഘടനയിൽ നിന്ന് കാര്യമായ നടപടികൾ ഉണ്ടാകാഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് തനിക്കത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വന്നത് എന്നുള്ളതാണ് അൻസിബ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു സംഘടനാ നേതൃത്വവുമായി ഒരു ഒത്തുതീർപ്പിനില്ല എന്ന സൂചന നൽകുന്ന ഒരു മറുപടി കത്താണ് ഇപ്പോൾ അൻസിബ നൽകിയിരിക്കുന്നത്. അതായത് സ്വാഭാവികമായിട്ടും ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അൻസിബയെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ അമ്മയ്ക്ക് നീങ്ങാം, അല്ലെങ്കിൽ ആ തരത്തിൽ അൻസിബ സംഘടനയ്ക്കെതിരാണ് എന്ന് വ്യാഖ്യാനിക്കാൻ അമ്മ നേതൃത്വത്തിന് കഴിയുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ അൻസിബ നൽകിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ളൊരു വിട്ടുവീഴ്ചയും ഈ വിഷയത്തിൽ സംഘടനാ നേതൃത്വമായി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻസിബ ഇപ്പോൾ ഈ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ തുടർച്ചയിൽ ഈ കത്ത് അൻസിബ മറുപടി നൽകുന്ന സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും താരസംഘടനാ നേതൃത്വത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്നുള്ളതാണ് അറിയാനുള്ളത്. ഓക്കെ, മതിയല്ലോ അല്ലേ? കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഞാൻ ഇതിനകത്തൊരു കാര്യം പറയട്ടെ. സാധാരണ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു പുരുഷനെതിരെ എന്തെങ്കിലും ഒരു അലിഗേഷൻസുമായിട്ട് എന്തെങ്കിലും ഒരു പരാമർശമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സാധാരണ ഇവിടെ കാണാറുള്ളത്? ഒന്നുമില്ല, ചോദ്യവും പറച്ചിലും ഒന്നുമില്ല, നേരെ പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോവുക, ഒന്നുകിൽ റിമാൻഡിൽ തട്ടുക. നമ്മൾ ഇതിനെപ്പറ്റി ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ടുള്ള പല കേസുകളിൽ. എന്നിട്ട് അവസാനം ആ കേസ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴോ അയാളെ വെറുതെ വിടുക, അയാൾ നിരപരാധിയാണെന്ന് തെളിയും. അതിവിടെ മിക്ക കേസിലും നടക്കാറില്ല. ടിനി ടോമിന്റെ എന്തുകൊണ്ട് ടിനി ടോമിന്റെ കേസിൽ മാത്രം നടക്കുന്നില്ല? എന്തുകൊണ്ട് നടക്കുന്നില്ല? ഒന്ന് പോലീസ് സ്റ്റേഷനിലെങ്കിലും അയാളെ വിളിച്ചോ? വിളിച്ചില്ല. അല്ല, അങ്ങനെ വിളിക്കണമെങ്കിൽ നേരത്തെ നോട്ടീസ് കൊടുക്കണം. അൻസിബയെ വിളിച്ചിരിക്കുമ്പോൾ മാത്രമല്ലല്ലോ, നോട്ടീസ് ഒന്നും വേണ്ട. അൻസിബ മോളെ ആ കൊച്ചിനൊന്നും അറിയാത്തോണ്ട് ചെന്ന് കയറി കൊടുത്തു, ഇട്ട് ഹരാസ് ചെയ്തിട്ട് അതിനെ പറഞ്ഞു വിട്ടു അല്ലേ? ഒന്ന് ചോദിക്കാൻ ആരെങ്കിലും. അല്ല, ഈ പോലീസുകാരെയൊക്കെ വിടൂ, പോലീസ് സ്റ്റേഷൻ എല്ലാം മാറ്റി നിർത്തൂ. ഈ അമ്മ എന്ന് പറയുന്ന താരസംഘടന പറയുന്നുണ്ടല്ലോ വലിയ വലിയ കാര്യങ്ങൾ, അവളെ ഇപ്പോൾ പുറത്താക്കിക്കോ. എന്തിനാണ് അതിനെ പിടിച്ച് അതിനകത്ത് നിർത്തുന്നത്? അതിനെ ഇനി വലിയ താല്പര്യം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനകത്തിന് നിൽക്കാൻ. അല്ലെങ്കിൽ ഇനി അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വെറുതെ വിടുമോ? അതിനെ ഇട്ട് മാനസികമായിട്ട് അതിനെ തളർത്തി കളയും. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു വിട്. അവക്കും അതിനകത്ത് വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പോട്ടെ, ജീവിച്ചു പോട്ടെ, അത് സമാധാനത്തോടു കൂടി. എന്താ ലക്ഷ്മിപ്രിയ 10 കോടിയുടെ എങ്ങാണ്ട് ഡീഫമേഷൻ? ചേച്ചി, പല കഥകൾ പുറത്തേക്ക് വരും. ഇതിനായിട്ടും പല ആളുകൾ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരാളെന്നെ വിളിച്ചായിരുന്നു, കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഒരു പാവം സ്ത്രീയാ. അവരുടെ വോയിസ് പുറത്തു വിടരുത് മോനെ, എനിക്ക് എൻ്റെ വീട്ടിലാരും ഇല്ല, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മാത്രം അവർ സമൂഹത്തിൻ്റെ ഫ്രണ്ടിലേക്ക് അവരപ്പോഴും എന്നോട് പറയുന്നു എനിക്കിതെല്ലാം എവിടെയെങ്കിലും പറയണമെന്നുണ്ട്, പക്ഷെ പേടിയാ, വീട്ടിലൊരു കുഞ്ഞുമൊക്കെ ഉള്ളൂ, വേറെ ആരും ഇല്ല കുടുംബത്ത്, അതുകൊണ്ട് തന്നെ പേടിയാ. ആരുടെയെങ്കിലും വീട്ടിൽ കയറിയിട്ട് ലക്ഷ്മിപ്രിയ ചേച്ചി നിങ്ങൾ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ടോ? ഇച്ചിരി ഭീഷണിയും അവരുടെ വീട്ടുകാരെയൊക്കെ മോശം പറയുന്ന പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഓർക്കുക. ഇത് നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി മാത്രം ഞാനിത് പറഞ്ഞു പോകുന്നതാണ്. ഞാനല്ലാതെ ആരോടും വിശദമായിട്ട് കഥ പറയാനൊന്നും നിൽക്കുന്നില്ല, തെളിവില്ല പറയാൻ, മനസ്സിലായോ? പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലേ? എല്ലാവരും കൂടെ ഒത്തുകൂടി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ തീരും. ഇപ്പം തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കയറിയിരുന്ന് മണ്ണിട്ടിട്ടില്ലെന്നേ ഉള്ളൂ, കുഴി തോണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കിയും കൂടെ ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോത്തേ ഉള്ളൂ. അല്ല, എനിക്കിപ്പോഴും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചേച്ചി, ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ത് ചേച്ചി? ആ വീഡിയോ എവിടെ? അതൊക്കെ മുങ്ങിപ്പോയല്ലോ ചേച്ചി. മുക്കിക്കളഞ്ഞതാണോ? പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ സംശയങ്ങൾ അത്രേ ഉള്ളൂ. ഇവിടെ ആരെയും കരിവാരി തേക്കാനോ ആരെയും എടുത്ത് പൊക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.